ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു ബതിഞ്ചാന ബ്ലാക്ക്, നല്ല വലിയത്. അതേമാതിരി നിങ്ങൾക്കും പറ്റും ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാ ചെങ്കളും അതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ തന്നെ ചാനലൊന്ന് ലൈക്ക് അടിക്കുക, അതേമാതിരി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് തന്നെ നമ്മൾ നല്ലതിൽ വീഡിയോസിൽ ഇനിയും വരും. എല്ലാവരും ഒന്ന് കേട്ട് നോക്കൂ, എല്ലാ ചെങ്കളും. ഓക്കെ, അപ്പോൾ വീഡിയോസിലേക്ക് കിടക്കാൻ ഉറപ്പിക്കുന്നില്ല, എല്ലാവരും വീഡിയോസ് കാണാം. നിങ്ങളെല്ലാം കൊണ്ടാണ് അടിപൊളി സാധനങ്ങൾ കായ്ച്ച് ഇങ്ങനെയൊക്കെ. നിങ്ങൾക്കും ഇതേമാതിരി വേണോ കായ്ക്കാൻ സാധനങ്ങൾ? അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ കായ്ക്കുന്നത് ചിരങ്ങയാണ് കേട്ടോ, ചിരങ്ങ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കേണ്ട രൂപം എന്ന് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഒരു കണിയിലുണ്ട്, പക്ഷെ ഒക്കെ വലുതായിട്ട് നല്ല നല്ല വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഉണ്ടായിട്ട് കേട്ടോ. ഇത് ഉണ്ടാക്കേണ്ട രൂപം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയിൽ പെട്ടെന്ന് നമ്മളടുത്ത മാതിരില്ല. ഒരു നല്ലൊരു വലിയൊരു കുയ്യുത്ത്, നമ്മൾ തെങ്ങിനെ കുത്തുന്ന ഒരു വലിയൊരു കുയ്യുത്തിയിട്ട് അതിൽ ആദ്യം വളമിടുക. എന്നിട്ട് അതിൽ 2 വിത്ത് കുഴിച്ചിട്ടാൽ മതി. അടിപൊളിയായിട്ട് കായ്ച്ചും. പിന്നെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് നനച്ച് കൊടുത്താൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, അടിപൊളിയായിട്ട് കായ്ക്കും. ഇതൊക്കെ എന്ത് നല്ലതില്ല, വേറെ ഒരു സാധനം ഇട്ടിട്ടില്ല. കണിയിൽ ചിരങ്ങുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ചിരങ്ങ ആവട്ടെ, കുറച്ച് ഒക്കെ ചെറുതായിട്ടുള്ളൂ. അടിപൊളിയായിട്ട് കായ്റ്റും ചിരങ്ങ. നിങ്ങൾക്ക് പറ്റും, ഉണ്ടാക്കി നോക്കിക്കൊണ്ട്. എല്ലാവർക്കും പറ്റും. നല്ല എല്ലാം കായ്ക്കും ചെയ്യും ചിരങ്ങ. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നല്ല കായ്ച്ചു. ഒരൊറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി. നമ്മൾ കണിയിലുകളൊക്കെ ചെറുതായിട്ടൊന്നുമല്ലേ, ഒരുപാട് ചിരങ്ങ ഉണ്ടായിട്ടുണ്ടൊക്കെ ചെറുതായിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ വലുത്. എല്ലാ കണിയിലൊന്നും പോകില്ല, ഒക്കെ ഫുള്ള് ഉണ്ടാവും ചെയ്യും. ഇവിടെ നമ്മളടുത്ത വരെയല്ല, എല്ലാ സാധനം ഉണ്ടാവും. ഒരു ഇതുമ്പോൾ തന്നെ നിറച്ച് ചിരങ്ങ ഉണ്ടാവും, ഒന്നും പോകില്ല. എല്ലാം അടിപൊളിയായിട്ട് കായ്ച്ചും ചെയ്യും. ഇത് വഴുതനെങ്കിൽ അതേമാതിരി തന്നെ. ഇത് നമ്മളിങ്ങനെ കളയേണ്ട ആവശ്യമില്ല. അതിങ്ങനെ വലുതായി ഇങ്ങനെ കൊല്ലക്കണക്ക് ഒരു കൊല്ലം വരെ അങ്ങനെ കായ്ച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല കായ സംഭവിക്കും നമുക്ക്. വലിയ കണ്ടൊക്കെ ഓരോ ഇത് കായ്ച്ചിരിക്കണുണ്ടോ, നല്ല കായ്ക്കും. ഇതങ്ങനെ മാറി നമുക്ക് ഉണ്ടാക്കാം. നല്ല കായ ഇതേമാതിരി ഇങ്ങനെ നല്ല നമ്മൾ വലിയ വഴുതന നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ശരി ഫുള്ള് അടിപൊളിയായിട്ട് കായ്ക്കും വഴുതനങ്ങ. അതേമാതിരി കുറേ സാധനം ഇതൊക്കെ പിന്നെ തൈ അവിടെ ഉണ്ടാക്കുന്നത് കുറേ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ തരും. ഇല്ലാത്തുണ്ടാവും ഓരോ വഴുതനങ്ങൻ്റെ വലിപ്പം. ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം നാട്ടിൽ. അപ്പോൾ ഇതേമാതിരി ചെയ്യുക. ആദ്യം നമ്മൾ വലിയൊരു കുഴി കുത്തുക, അതിൽ എന്നിട്ട് അതിൻ്റെ മുകളിലാണത് കുഴിച്ചിട്ടുണ്ട്. വഴുതന ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും, അടിപൊളിയായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കും വഴുതന. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാ ചങ്കാണ് കേട്ടോ. ഇന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ശ്രമിച്ചു നോക്കുക. അപ്പോൾ എല്ലാവരും നല്ലതിലുണ്ടാക്കുക കേട്ടോ.